എങ്കിൽ ഈ 5/1/2025 എന്ന ആ ദിവസത്തെ അർദ്ധരാത്രി ഈ വർഷത്തെ സംബന്ധിച്ചോളം അൻവറിനൊരു പുതു ഊർജം നൽകുന്നതാണോ? അവിടെ ഇന്നലെ രാത്രി മുതൽ നമുക്കറിയാം മാതൃഭൂമി ന്യൂസിനോട് നൽകിയ പ്രത്യേകമായിട്ടുള്ള പോകുന്ന വഴിക്കൊക്കെ തന്നെ നമ്മൾ മൈക്ക് വെച്ചപ്പോൾ നൽകിയ നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്താണ്, പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും പി ശശിയെ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആക്രമണങ്ങളൊക്കെ തന്നെയും. ആ നിലയ്ക്ക് ജയിലിൽ നിന്നും തിരിച്ചെത്തുന്ന PV അൻവർ മറ്റൊരു രൂപത്തിലായിരിക്കുമോ CK? തീർച്ചയായും PV അൻവറിന്റെ ഇന്നലെ രാത്രി ഏതാണ്ട് 10:30 കൂടി വന്ന പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് അറസ്റ്റ് രേഖാമൂലം ചെയ്തതിന് ശേഷം അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റിലകത്ത് പറയുന്നത്, ഞാൻ ഇറങ്ങി വരും, ഇറങ്ങി വന്നിട്ട് കാണാം എന്നാണ്. അങ്ങനെ ഒരു പരസ്യമായ ഒരു വെല്ലുവിളി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹം ഇപ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നു. എങ്ങനെ വന്നാലും ഒരു 7:30 തന്നെ പുറത്തിറങ്ങും. അവിടെ നിന്നും രേഖകൾ മാത്രമാണെങ്കിൽ അത് ഇമെയിൽ ചെയ്തു കൊടുത്താൽ മതി എന്നാണ് ജയിൽ സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബോണ്ട് പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഇവിടെ നേരിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് വിധിയുടെ കുറച്ചുകൂടി വിശദാംശങ്ങൾ വരാനുണ്ട്. നിരുപാധികമായ വിധി എന്നാണ്, ജാമ്യം എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഏതെങ്കിലും രീതിയിൽ ബോണ്ട്, പ്രത്യേകിച്ച് ഈ PDPP ആക്ട് ഉൾപ്പെടുന്നത് കൊണ്ട് ബോണ്ട് പോലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ചെറിയ ഒരു വ്യക്തത കൂടി വരാനുണ്ട്. അങ്ങനെ ബോണ്ട് ഇല്ല എങ്കിൽ ഒരുപക്ഷെ 7 മണിക്കകം തന്നെ PV അൻവർ ഈ തവനൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. ആ പുറത്തിറങ്ങുന്നത് ഒരുപക്ഷെ വർദ്ധിച്ച ഒരു വീര്യത്തോടു കൂടിയായിരിക്കും, വർദ്ധിച്ച ഒരു പോരാട്ട മുഖത്തോടു കൂടിയായിരിക്കും അദ്ദേഹം പുറത്തിറങ്ങുക. കാരണം അദ്ദേഹത്തിന്റെ അകത്തും ഒരു പ്രതികാരമുണ്ട്, പ്രതിഷേധമുണ്ട്. കാരണം ഇത്രമാത്രം ഒന്നും നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാക്കി DYSPയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം വീട് വളഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തി. ആ അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രി തന്നെ ഇവിടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും പിന്നീട് ജയിലിലടക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളോടും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്പം ബുദ്ധിശൂന്യത കാട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്, തിടുക്കം. അതുപോലെ തന്നെയാണ് ഈ അൻവറിന്റെ അറസ്റ്റിന് മുൻപും പിൻപും എന്ന നിലയിലേക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറുന്നുണ്ടോ, പിൻപറ്റുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാകുന്നുണ്ടോ? കാരണം എന്താണ്, UDF നേതാക്കളുടെ, ലീഗിന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ നോക്കണം. വി ഡി സതീശനെ ശക്തമായ കൂരമ്പുകൾ ചെയ്ത ഒരു MLA ആണ് PV അൻവർ, നിയമസഭയിലടക്കം. അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വരികൾ പോലും അങ്ങേയറ്റത്തെ അനുഭാവപൂർണ്ണമാണ് PV അൻവറിനെ സംബന്ധിച്ചോളം. അപ്പോൾ രാഷ്ട്രീയത്തിന്റെ ഒരു പുതിയ ഒരു ദിശാമാറ്റം കൂടിയാണോ ഈ അറസ്റ്റോടെ സംഭവിച്ചിരിക്കുന്നത്? അത്തരത്തിൽ PV അൻവറിന് വലിയ പിന്തുണ വർദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുവരെ ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിന്നിരുന്ന PV അൻവറിന് മറ്റ് പല കേന്ദ്രങ്ങളിൽ നിന്നും, അതുവരെ ലഭിക്കാതിരുന്ന പല കേന്ദ്രങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലെ വലിയൊരു ഭാഗത്തിൽ നിന്ന്, നിഷ്പക്ഷമായി സംസാരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന്, അതിനെല്ലാം പുറമെ ഈ വനത്തിനും വനാതിർത്തിയിലും താമസിക്കുന്ന ആൾക്കാർ, വന്യമൃഗങ്ങളുടെയും മറ്റും നിരന്തരമായ വേട്ടയാടലുകൾക്ക് വിധേയമായ അവരുടെ കുടുംബം, അവരുടെ സമൂഹം, പ്രത്യേകിച്ച് ആദിവാസി മേഖല എന്നിങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളിൽ നിന്നും PV അൻവറിനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒരു സിമ്പതി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ചുറ്റും അതുവരെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ ഭൂമിക കുറെ കൂടി വിപുലമാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്.